5-ാം ഓണമല്ലേ, ഇതോടെ അങ്ങ് ഓണം അങ്ങോട്ട് തീർന്നു. ഇനി അടുത്ത വർഷം വരെയും കാത്തിരിക്കണം. അപ്പോൾ ഇന്നും നമ്മുടെ കൂടെ കുറേ പേരുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനും ഓണാഘോഷിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് അടുക്കളപ്പണി എനിക്കായിരുന്നില്ല, ഇന്ന് ഞാൻ കൈയൊഴിഞ്ഞ് കൊടുത്തു. ഇന്ന് എല്ലാവരും കൂടിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കിയത്. പക്ഷേ ഇതിനകത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്ത് ഇവിടെ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും ആദ്യം ഫുഡ് കൊടുക്കേണ്ടത് ഈ കുട്ടിപ്പട്ടാളങ്ങൾ കഴിക്കുള്ളൂ. ഇവിടെ എന്ത് പരിപാടി ഉണ്ടായിക്കോട്ടെ, ഇറ്റങ്ങ് ജനിച്ചേ പിന്നെ ആദ്യം ഫുഡ് കൊടുക്കുന്നുണ്ടാവുക ഈറ്റം കഴിക്കുള്ളൂ. ഇവറ്റങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കണുണ്ടാവുകയുള്ളൂ. അവർക്ക് തിന്നാൻ കിട്ടണതും ഇവർ തിന്ന് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ. അങ്ങനെ ഐറ്റങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് എല്ലാത്തിനെയും പിടിച്ച് ഇരുത്തി കൊടുത്തു കഴിഞ്ഞു. ഈറ്റങ്ങൾക്ക് കൊടുത്ത് മൂളിക്ക് കയറിയിരിക്കുന്ന സാധനത്തിന് ആദ്യം വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇവർ ഫുഡ് കഴിക്കുമ്പോൾ അവർക്കും ഒരു കൊതി വരുമല്ലോ. അങ്ങനെ എനിക്ക് ഇലയിൽ ചോറ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോറൊക്കെ ഇട്ട് കൊടുത്ത് ആളെ തിന്നാൻ കൊണ്ട് ഇരുത്തി. ആൾക്ക് കസാരമേ തന്നെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം. അതിനാണെന്നുണ്ടെങ്കിൽ കസാരമേ ഇരുന്ന ടേബിൾ പോലും കാണാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ ഞാൻ പിടിച്ച മടിയിലൊക്കെ ഇരുത്തി ഫുഡൊക്കെ കൊടുത്ത് ഫുഡ് ഞാൻ കൊണ്ട് നിർത്തിയിട്ട് ഫ്രണ്ടിലൊന്ന് വെറുതെ ക്യാമറ വെച്ചപ്പോൾ, അല്ലെങ്കിൽ ക്യാമറ കണ്ട തിരിഞ്ഞു പോലും നോക്കാത്ത ആളാണ്. ഇന്ന് നോക്കിയപ്പോഴും ക്യാമറ കണ്ടപ്പോൾ തുടങ്ങി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് അത് വേണം, എനിക്ക് ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഫ്രണ്ടിൽ അതൊന്നും കഴിക്കാത്ത സാധനങ്ങളായിരിക്കും, പക്ഷെ ഇതൊക്കെ വേണമെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചോറ് കഴിച്ചാലേ തരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മൂക്കിലിട്ടിട്ട് ഇടിയും കിട്ടി. ശബാഷ്. പിന്നെ അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ ഫുഡ് കഴിച്ചു, പിന്നെ ശിവാനി ഫുഡ് കഴിച്ചു. കുട്ടിപ്പട്ടാൾക്കൊക്കെ ബിരിയാണി ആയിരുന്നു, ബാക്കിയുള്ളവർക്കൊക്കെ സദ്യ ആയിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു. ബിരിയാണി നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയില്ലേ, അതായിരുന്നു. പിന്നെ ഒക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയത്, ഒന്നും നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാലില്ല. പിന്നെ ബിരിയാണി ഉണ്ടാക്കിയും സദ്യ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ അവരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേ ചേച്ചി അളിയനും വന്നിട്ടുണ്ടായിരുന്നു. അവർ ഫുഡ് കഴിച്ചു. പിന്നെ ഇവരൊക്കെ കൂടി ഇവരുടെ ഓണ സെലിബ്രേഷൻ ആയിരുന്നു. വലിയതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പൂക്കൾ ഇടണം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചതായിരുന്നു, പക്ഷെ ഞാൻ എണീക്കാൻ വൈകിപ്പോയി. അതാണ് സത്യാവസ്ഥ. കാരണം ഇന്നലെ ഞാൻ കുറേ ഇതൊക്കെ ആയിട്ട് നടന്നിട്ട് ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് കിടന്നുറങ്ങിപ്പോയി. ഞാൻ അറിഞ്ഞില്ല, ഇവർ വന്നത് പോലും ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഒച്ച കേട്ടിട്ടെങ്കിലും ഞാൻ എണീറ്റാണ്, ഇവർ വന്നത് പോലും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഇവർ ഫുഡൊക്കെ കഴിച്ചു. ഇവരാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വെച്ചിട്ടൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടല്ലോ, ഞാൻ പറയാറില്ലേ, ഞാൻ അവിടെ നിന്നാണ് എല്ലാ ഡ്രസ്സോടെ, ഞാൻ പുറത്തുനിന്ന് ഡ്രസ്സേ വാങ്ങാറില്ല എന്നൊക്കെ എപ്പോഴും പറയാറില്ലേ. ആ കടയിൽ തയ്ക്കാൻ വരുന്ന ചേച്ചിമാരും അവിടെ പണ്ടേ തുടങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് തയ്ക്കില്ലേ, അവിടെ അങ്ങനെ പണ്ടേ തുടങ്ങിയിട്ട് പരിചയമുള്ള ആൾക്കാരും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവരും ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും കൂട്ടിയിട്ട് ഒരു 20 പേരുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഏറ്റവും അവസാനത്തെ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു മുക്കിക്കൊണ്ടിരുത്തിയിട്ട് ഇവരിരുന്ന് തിന്നുക. ഇങ്ങോട്ട് നോക്കണില്ല. ഞാൻ എപ്പോഴും ഇങ്ങോട്ട് നോക്ക് എന്ന് വിളിക്കുമ്പോഴേ ഇവർ നോക്കില്ല. ഒരാൾ തിന്നോണ്ടിരിക്കും, ഒരാൾ നോക്കും, മറ്റാൾ തിന്നോണ്ടിരിക്കും, മറ്റാൾ നോക്കും. അങ്ങനെ ഇരുന്നു. ലാസ്റ്റ് എങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ കുറേ കറികളുണ്ടായിരുന്നു. എല്ലാം ഇവരുണ്ടാക്കിയത് തന്നെയാണ്. പായസം ഇവർ വരുന്നതിന് മുന്നേ എന്നെ അമ്മയും അച്ഛനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവർ തന്നെ വിളമ്പി, ഇവർ തന്നെ കഴിച്ചു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ എണീറ്റപ്പോൾ തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇന്നലത്തെ ബിരിയാണി എടുത്ത് കുറച്ച് കഴിച്ചു. അപ്പോൾ സദ്യ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലത്തെ ബിരിയാണി തന്നെ ഞാനെടുത്ത് കുറച്ച് കഴിച്ചു. പിന്നെ എനിക്ക് ബിരിയാണി സദ്യ കഴിക്കാൻ പറ്റില്ല, പിന്നെ ഞാൻ രാത്രി സദ്യ കഴിച്ചു. അങ്ങനെ കുറേ കറികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവർ തന്നെ വീട്ടിൽ നിന്ന്. പിന്നെ ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കിയ മോരുകറിയും ഇഞ്ചിക്കറിയും അങ്ങനെ തന്നെ പല സാധനങ്ങളുണ്ടായിരുന്നു. കൂടെ നമ്മുടെ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ബിരിയാണിയും കഴിക്കാം, ആവശ്യമില്ലാത്തവർക്ക് സദ്യ കഴിക്കാം, എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ അതേ കായത്തോരനും സാമ്പാറും ഇഞ്ചിക്കറിയും പിന്നെ എന്തുമായിരുന്നു ഉണ്ടായിരുന്നത്, അത് പായസം കുടിച്ച ഗ്ലാസ്സാണ്. പിന്നെ ഇതെന്തായിരുന്നു, ശർക്കര വരട്ടിയും പിന്നെ ഉപ്പേരിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഉപ്പേരിയുടെ പാത്രം തുറക്കാൻ അച്ഛനെ വെച്ചിട്ട് വരില്ല, ഇത്ര വെയിറ്റ് ആയിപ്പോയി ഉപ്പേരി കെട്ടാൻ. ഇപ്രാവശ്യം അച്ഛനല്ല ഉപ്പേരി ഉണ്ടാക്കിയ, ഈ ചേച്ചിമാരോ ഈ ആൻറ്റിമാരൊക്കെ കൂടി. പിന്നെ അവിയലുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള പരിപ്പ് പായസം ഉണ്ടായിരുന്നു. ഇവർ ആദ്യം പാലട വയ്ക്കാതെന്നൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. എനിക്കതൊന്നും ഇഷ്ടമല്ലല്ലോ, എനിക്ക് ഇതൊക്കെ വേണമല്ലോ. പിന്നെ മോരുകറി ഉണ്ടായിരുന്നു, പച്ചമോരുണ്ടായിരുന്നു. അത് ബിരിയാണിയാണ് ഗൈസ്, അത് നോക്കട്ടെ. പിന്നെ ചോറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂട്ടി നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഇവർ തന്നെ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ പല ടേസ്റ്റുകളായിരുന്നു. അതിൻ്റെ പേരിൽ നമ്മൾ തന്നെ സദ്യ ഉണ്ടാക്കി കഴിക്കണതിൻ്റെ പേരിൽ നമുക്ക് നമ്മുടെ വീട്ടിലത്തെ ടേസ്റ്റുകളല്ലേ അറിയുള്ളൂ. പക്ഷേ ഇതെല്ലാവരും കൂടി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ പല കറിക്കും നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ കഴിച്ചത് ശീലമില്ലാത്ത ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഇവരെല്ലാവരെയും നോക്കിപ്പിച്ചൊരു ഫോട്ടോ എടുത്ത് ഗൈസ്. പിന്നെ 2 പിള്ളേരുണ്ടായിരുന്നു. ഇവർക്ക് ഞാൻ പറയുന്നത് ട്വിൻസാണ് ഇവരുണ്ടായിരുന്നു. ഞാൻ പറയണ പോലെ ഹലോ ഗൈസ് പറയണം. അങ്ങനെ എൻ്റെ അടുത്ത് വീഡിയോ എടുക്ക്, ഞാൻ ഹലോ ഗൈസ് പറയാം, അത് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് പാടുന്നതാണ് വന്ന് ഗൈസ്. പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു. ഹലോ
പിന്നെ നമ്മ പണ്ടൊരു ഗെയിം കളിക്കില്ലായിരുന്നു ഈ സാംസൂനെ സപ്പേസൂനെ ആനെ വാലെ കലിമക്കാലെ അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് കളിക്കും. ഇവർ ഇതിനെ മോഡിഫൈ ചെയ്തെടുത്താണോന്ന് പറഞ്ഞോടാ. പാലക്കാട് പോയി ബസ്സിൽ കയറി ബസ് വീണ് പാലൊടിഞ്ഞ് കൈയും കാലൊടിഞ്ഞ് പാലും വീണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വേഴാമ്പൽ വന്ന് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അവരുടെ ഉമ്മ പാട്ടൊക്കെ പാടി കനവുകളിൽ മാത്രം പിന്നെ പിള്ളേർക്ക് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞു. അവരെ കൊണ്ട് ഡാൻസും കളിപ്പിച്ചു. അവരുടെ ഒക്കെ ഒരു സന്തോഷമില്ലേ. ഞങ്ങൾ അവർക്ക് ഡാൻസൊക്കെ കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് കയ്യടിയൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാവരും പോയി. അങ്ങനെ ഈ വർഷത്തെ ഓണം ഇതോടെ അങ്ങോട്ട് കഴിയുക. ഇനി അടുത്ത വർഷം വരെയും കാത്തിരിക്കണം. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഓണം? അങ്ങനെ ഇതൊക്കെ പാട്ടൊക്കെ പാടി പിന്നെ കൊച്ചുങ്ങളുടെ ഡാൻസ് ആയിരുന്നു. ആ കൊച്ചുങ്ങളുടെ ഒരു സന്തോഷം അത് ഞങ്ങളും കണ്ടിരുന്നു. ലാസ്റ്റ് കൈയൊക്കെ അടിച്ചു കൊടുത്ത് കൊച്ചുങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. കൊച്ചുങ്ങളൊക്കെ വീട്ടിൽ പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞു. അപ്പം ശരി, ഓണമൊക്കെ കഴിഞ്ഞില്ലേ. ഇനി പിന്നെ എപ്പോഴേലും കാണാം.